താനൂർ കസ്റ്റഡി കൊലപാതക കേസിൽ ബിഗ് ടിവിയുടെ അന്വേഷണ പരമ്പര തുടരുകയാണ്. കേസിൽ പ്രതിയാകേണ്ടവരെ സാക്ഷിയാക്കി മാറ്റിയാണ് സിബിഐ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് എന്നത് വ്യക്തമാവുകയാണ്. കേസിൽ പ്രതികളായ ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥരെ സഹായിക്കാൻ താനൂർ പോലീസ് ക്വാർട്ടേഴ്സിലെത്തിയ സിവിൽ പോലീസ് ഓഫീസർ അമൽ സാക്ഷിയായി മാറിയിരിക്കുന്നു. കേസിൽ MDMA പാക്ക് ചെയ്യാൻ താമർ ജിഫ്രി കൊലക്കേസിലെ പ്രതികളെ താൻ സഹായിച്ചുവെന്ന് അമൽ തന്നെ സിബിഐക്ക് മൊഴി നൽകിയിട്ടും അമലിനെ പ്രതി ചേർക്കാതെയാണ് സിബിഐ കുറ്റപത്രം സമർപ്പിച്ചത്. നിർണായക മൊഴിപ്പകർപ്പുകൾ ബിഗ് ടിവി പുറത്തുവിടുകയാണ്. അഷ്കർ അലി കരിമ്പ, സുപ്രഭാതം. താനൂർ കസ്റ്റഡി മർദ്ദന കേസിൽ സിബിഐ എന്താണ് അന്വേഷിച്ചത് എന്ന് ചോദിക്കുന്നതിനപ്പുറത്തേക്ക് എന്തൊക്കെയാണ് ഒഴിവാക്കിയത് എന്ന് കണ്ടെത്തുകയായിരിക്കും നമുക്ക് എളുപ്പമെന്ന് തോന്നുന്നു. ഓരോ ദിവസവും തേടിപ്പോകുമ്പോൾ ഒഴിവാക്കിയ പട്ടിക വലുതാവുകയാണല്ലോ അഷ്കർ. സുപ്രഭാതം സുജ, തീർച്ചയായും ഉന്നതരെയും അതിനോടൊപ്പം തന്നെ ഈ കേസിന് തകർക്കാൻ വേണ്ട വിധത്തിൽ തന്നെ പലരെയും സംരക്ഷിച്ചുകൊണ്ടുള്ളൊരു കുറ്റപത്രമാണ് CBIയുടേതെന്ന് പറയേണ്ടി വരും. ആ രീതിയിലേക്കാണ് ഇതിലെ ഓരോ മൊഴികളും പരിശോധിക്കുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി 4 ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥരെയാണ് CBI ഇതിൽ ഇപ്പോൾ ഈ കേസിൽ പ്രതികളാക്കിയിരിക്കുന്നത്. കൃഷ്ണലാൽ SIക്ക് പുറമെ 4 ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥരാണ് താമറിനെ മർദ്ദിച്ചതിനും ആ മർദ്ദനം കാരണം അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 4 പേരെ പ്രതി ചേർത്ത്. പക്ഷേ എന്നാൽ ഇതേ പ്രതി ചേർത്ത 4 ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥർക്കൊപ്പം 5ാമതായി ഒരു ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥൻ കൂടി ഉണ്ടായിരുന്നു എന്നാണ് മൊഴികൾ തെളിയിക്കുന്നത്. അത് സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള അമൽ എന്ന പേരുള്ള പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അയാൾ ഈ ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥരെ സഹായിക്കാൻ വേണ്ടി അന്ന് രാത്രി 10 മണിയോടെ അഥവാ താമർ ജിഫ്രി സംഘത്തെയും ക്രൂരമർദ്ദനത്തിന് ഇരയാക്കുന്ന സമയത്ത് താനൂർ പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് എത്തിയിരുന്നു എന്ന് സ്ഥിരീകരിക്കുന്ന നിരവധി സാക്ഷിമൊഴികൾ താമർ ജിഫ്രിക്ക് ഒപ്പം ഉണ്ടായിരുന്ന ആളുകളുടെ സാക്ഷിമൊഴികളാണ് CBI കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള അമൽ തന്നെ CBIക്ക് മൊഴി നൽകിയിട്ടുണ്ട്. താൻ അവിടെ രാത്രി 10 മണിയോടെ എത്തിയെന്നും ആ സമയത്ത് താമർ ജിഫ്രിയെ മറ്റുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് ജിനേഷ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുന്നത് താൻ കണ്ടു. അത് ചുമരിൽ ചാരിയിരുത്തി താമർ ജിഫ്രിൻ്റെ കാലിൻ്റെ അടിയിലെ വെള്ള ഭാഗത്തേക്ക് ലാത്തി ഉപയോഗിച്ച് മർദ്ദിക്കുന്നത് താൻ കണ്ടു എന്നുള്ള മൊഴി ഈ അമൽ നൽകിയിട്ടുണ്ട്. മാത്രമല്ല താമർ ജിഫ്രിയെ ബാത്റൂമിനകത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്തൊക്കെ തന്നെ മർദ്ദിക്കുന്ന ഘട്ടത്തിൽ നിലവിളിച്ചിരുന്നതായും അമലിൻ്റെ മൊഴിയുണ്ട്. മൂന്നാമതായി ഈ കേസിൽ കണ്ടെടുത്തു എന്ന് വ്യാജമായി ശീർഷ മാസ്റ്റർക്ക് തയ്യാറാക്കുമ്പോൾ എഴുതി ചേർത്ത MDMA ഉണ്ട്. ആ MDMA ഈ താനൂർ പോലീസ് ക്വാർട്ടേഴ്സിൽ വെച്ച് അഭിമന്യു ഒരു വലിയ പാക്കറ്റിൽ നിന്നും ചെറിയ പാക്കറ്റുകളാക്കി തിരിക്കുന്ന സമയത്ത് താൻ അഭിമന്യു എന്ന പോലീസുകാരനെ ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥരനെ ഈ MDMA പാക്ക് ചെയ്യാൻ സഹായിച്ചു എന്നും അത് ആ ഘട്ടത്തിലാണ് താൻ അത് MDMA ആണെന്ന് മനസ്സിലാക്കുന്നതും എന്നടക്കമുള്ള കാര്യങ്ങൾ അമൽ തന്നെ CBIക്ക് മൊഴിയായി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ കേസിൽ MDMA അടക്കമുള്ളവ പാക്ക് ചെയ്യാൻ സഹായിച്ച ക്രൂരമർദ്ദനത്തിന് സാക്ഷിയായ ഈ അനധികൃത തടങ്കൽ ഇല്ലീഗൽ കസ്റ്റഡിക്ക് കൂട്ടുനിന്ന ഇത്തരത്തിൽ മറ്റ് ഈ ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥർ, പ്രതികളായ ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥർ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിനോടൊപ്പം പ്രവർത്തിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അമൽ. പക്ഷേ ആ അമലിനെ പ്രതിപട്ടികയിൽ ചേർക്കാതെ സാക്ഷിയാക്കുന്ന രീതിയിലാണ് CBI കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിയമവിദഗ്ധരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഏതെങ്കിലും ഘട്ടത്തിൽ മാപ്പ് സാക്ഷിയാക്കിയാണെങ്കിൽ പോലും അമലിനെ പരിഗണിക്കണമെങ്കിൽ ആദ്യഘട്ടത്തിൽ പ്രതിപട്ടികൾ ഉൾപ്പെടുത്തണം. അങ്ങനെ പ്രതിപട്ടികൾ ഉൾപ്പെടുത്തി മജിസ്ട്രേറ്റിൻ്റെ അനുമതിയോടുകൂടി മാത്രമാണ് ഒരു പ്രതിയെ മാപ്പ് സാക്ഷിയാക്കാൻ പോലും പറ്റുക. പക്ഷേ ഇപ്പോൾ അതുപോലുമല്ല CBI ചെയ്തിരിക്കുന്നത്. പ്രതിപട്ടികൾ പോലും ഉൾപ്പെടുത്താതെ ഈ ഇല്ലീഗൽ കസ്റ്റഡിയെക്കുറിച്ച് പൂർണ്ണമായും അറിവുള്ള അതിൽ ഭാഗവാക്കായ ഈ പ്രതികളായ ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥരോടൊപ്പം അതേ ഡാൻസ് ഓഫിൽ ജോലി ചെയ്ത് അതേ MDMA പാക്ക് ചെയ്യാൻ പ്രതികളെ സഹായിച്ച താമർ ജിഫ്രിക്ക് ക്രൂരമർദ്ദനമേൽക്കുന്നതിനൊക്കെ തന്നെ സാക്ഷിയായ ആളെയാണ് ഇപ്പോൾ പ്രതി ചേർക്കാതെ സാക്ഷിയാക്കി ഉൾപ്പെടുത്തിക്കൊണ്ട് CBI കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണോ CBI നടത്തിയിരിക്കുന്നതെന്ന് സംശയിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ CBIയുടെ കുറ്റപത്രം എത്തി നിൽക്കുന്നത്. സുജയ. ഓക്കെ, അഷ്കർ അലി കരിമ്പയാണ് വിശദമായ വിവരങ്ങൾ. താനൂർ കസ്റ്റഡി കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ CBI കാണാത്ത, കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ച പഴുതുകളടക്കം ഇപ്പോൾ പുറത്തേക്ക് വിടുന്നത്. അതിനാസ്പദമായ തെളിവുകളടക്കമാണ് ബിഗ് ടിവി വാർത്ത നൽകുന്നത്. ഇക്കാര്യത്തിൽ ആ കുടുംബത്തിന് പരാതിയുണ്ട്. ആ കുടുംബത്തിന് നിയമപരമായി നീങ്ങാനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും അവർ നടത്തുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുകയാണ്. ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ നമ്മൾ വരും മണിക്കൂറുകളിലും പുറത്തുവിടും. Big TV, without fear or favor.